അങ്ങനെ ഞങ്ങൾ അബിയു പറിക്കാനായി വീണ്ടും വന്നിരിക്കുകയാണ്. ആ കവറൊക്കെ മാറ്റിങ്ങതാ അവിടെ കിടക്കട്ടെ, നോക്കട്ടെ അപ്പം കാണട്ടെ. അതിൻ്റെ കരണ്ട് ഇല്ല. കിടു ഇത് പറിക്കുന്നുണ്ടോ നീ, അതോ ഞാൻ പറിക്കണോ? ഇല്ല. ഓ കാണിച്ച് തിരിഞ്ഞേ, തിരിച്ചേ. കിടുവിന്റെ ഹൈറ്റിൽ ഒരെണ്ണം കിട്ടി. പിടിക്കാന്ന് പറയുന്ന ഇനി വേണ്ട, ചതഞ്ഞ അതിന് ടേസ്റ്റ് ഇല്ല. കമ്പ് പോവും. അങ്ങനെ തുണിയിൽ കിട്ടിയിരിക്കുകയാണ്. അയ്യതാ ഓക്കെ, അതിനെ നമുക്ക് തുണിയിൽ കിട്ടിയിരിക്കുകയാണ്. മാജിക് ഇപ്പൊ കാണാം. ഓക്കെ ഏതാമേ? ഓ എൻ്റെ അമ്മ കഷ്ടപ്പെടുന്നു ദീപ്തി ഇതോടെ പിടിക്കാൻ. എപ്പോ ഇപ്പൊ അപ്പുറത്തേക്ക് കള്ളി കളയല്ല. ഇതിപ്പോ ഇതിന് നമുക്ക് പശുവിന് ഇത് പോത്തിന് കൊടുക്കാം. പോരടി കൊച്ചിനെ കരയിക്കാതെ. കരയുമല്ല, അവൻ ചിരിക്കത്തേ ഉള്ളു പറഞ്ഞു. ചിരിക്കടാ, കൈ മാറ്റിട്ട് ചിരിക്ക്. ഇപ്പൊ ഒന്നും പറയാനില്ല. ഈ അണ്ണാണിയെ കൊച്ചിനെ ഏറ്റവും കരയിക്കുന്നേ. അല്ല ബാബുസ്വാമി കുഞ്ഞവാടാ, ബാബുസ്വാമിയാക്ക. എന്താണ് പറഞ്ഞതിൽ? എന്റെ പൊന്നെ, ഞാൻ അറിയാതെ ഒന്ന് വന്നേന്. എന്തോന് വന്നു? ഹലോ, ഹെൽപ്പർ വന്നു. കമ്പിളി നാരങ്ങ വെറുതെ പോവാന്നല്ലോ. സ്നേഹോപകാരം. അപ്പോഴേ പിന്നെ നമ്മുടെ പുതിയ കോഴി, ഇതെന്താ ഞാൻ എവിടെ വന്നാലും വെയിൽ. നമ്മുടെ പുതിയ കോഴി വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കൂടെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം പുതിയ കോഴിയെ വരവേൽക്കാൻ വേണ്ടി നമുക്ക് കൂട് വൃത്തിയാക്കാം. നമ്മളെന്ന് പറയുമ്പോൾ ഇവരൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ചുറ്റുവട്ടത്തോടൊക്കെ നടക്കുന്നു, വെള്ളം എടുത്തു കൊടുക്കുന്നു, ഭക്ഷണം വെച്ച് കൊടുക്കുന്നു. ഞാൻ ഇങ്ങനത്തെ അറ്റകുറ്റ പരിപാടികൾ മാത്രമേ ഉള്ളേ. കാണിച്ചു തരാം. ഇതെടാ മുള്ളുന്ന നീ അണ്ണാണി. ഈ പാത്രങ്ങളിൽ ഈ ചുമപ്പ് കഴുകണ്ട. ഇത് കെട്ടി തൂക്കി പൈപ്പ്, ആ വലിയ ചുമപ്പെല്ലാം തിരിച്ചു പെറുക്കിട്ടോ. ഹോയ് 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 ഹോയ്. കിടുവന്തിയേ ചെരുപ്പില്ലാണ്ടുള്ള ചാട്ടം നോക്കി. കരിക്കിടുന്നതാണ് കാണുന്നത്. അളിയനും കൂടെ ഒത്തൊരുമയുള്ള അളിയന്മാരാ. കുളിക്കാതറ വെള്ളത്തി. കുറച്ചേരം നിന്ന് കുറയ്ക്കുന്നേ. അതിലാടാ കുറയ്ക്കുന്നേ. പൊന്നുമോൻ ചെവി എനിക്കുന്നില്ലടാ. എടാ ലൂക്കേ, ഞാക്കിട്ട് ഇനി 3 തലമുറ ഞാനൊന്ന് ഒരുമിച്ച് പകർത്തിയെടുക്കട്ടെ. കുറച്ചു നേരം ആവും മിണ്ടായിരിക്കും. വേണ്ട കരിക്കിടാൻ കയറിയത്. വേണ്ടടാ, വിഷയം മാറ്റുന്നടാ. അച്ചാച്ചി അടിച്ച് അടി കൊണ്ട്.
അച്ഛനും മോനും ഒരു ചെറിയൊരു ഉടക്കിലാണ്. അമ്മ അച്ചാച്ചിയും തമ്മിൽ ഉടക്കലാണ്. അച്ചാച്ചി അണ്ണാണി, അച്ചാച്ചി കിടു. അച്ചാച്ചി പിണങ്ങിയിരിക്കുക. എടാ വേണ്ട, അച്ചാച്ചി പിണങ്ങിയിരിക്കുന്നു, വാടാ. അച്ചാച്ചിയുടെ കിടുവും പിണങ്ങിയതാ. എൻ്റെ ടിന്നുവിന് ആരോടെയും പിണക്കമുണ്ടോ? ഓ 19-ാം പിറന്നാളാവാറായി, ആഘോഷിക്കണ്ടേ? ആ അത്രയും കണ്ടായി. ഏട്ടം കിട്ടാലോ ചേച്ചി എന്നാ. ഇവിടെ കൊണ്ട് കഴിയത്തില്ല അണ്ണാ, വെള്ളം ഇല്ലാണ്ട് അവിടെ. കാരണം നീ ആവശ്യമില്ലാത്ത ട്രെയിനിങ് കൊടുക്കണ്ട അവന്. ആ പട്ടാളമാവാൻ അവൻ ആഗ്രഹം എന്നാ പറഞ്ഞേക്കുന്നേ. എന്നെ വിളിച്ചു പട്ടാളമാണോ പോലീസാവണോ? കിടു പോയി മക എടുത്തിട്ട് വാ, ഗ്ലാസ് എടുത്തിട്ട് വാ. വലുതേ തുണി ഊരി അങ്ങ് എറിഞ്ഞോ? എടാ അങ്ങനെ ഇങ്ങനെ നീ കാണിക്കാതെ പൊട്ട്, അതിന് തൊലി കിട്ടിയില്ല. മറ്റേ കത്തി എവിടെ? നമ്മുടെ വടിവാള, നമ്മുടെ വടിവാള എവിടെ? മറ്റേ വാളെന്തിയേ? വാളും കൊണ്ട് മൂർച്ചില്ല അത്. സ്ട്രോ ഇവിടെ ആരും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇച്ചിരി വിളഞ്ഞതാവും ഞാൻ. ഇത് കൈ മാറ്റടാ. ഇത് എത്ര ഗ്ലാസ്സാ ഇത്? നെറ്റ് മാറ്റി പിടിക്കടാ. ഓ കളയാതെ പിടിച്ചു കുടിക്കടാ. ഓക്കെ ഒരു കത്തി. അടിപൊളി അടിപൊളി. ചൂടോ? എന്തിയെ? ചുമ്മാതാ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നല്ല വെള്ളം. ഇതാണോ വേറെ? കൈ നിറയെ ഗ്ലാസ്സുമായിട്ടിരിക്കും എല്ലാവർക്കും കൊടുക്കാൻ. ഇതെല്ലാം ഞാൻ അടിച്ചു പറഞ്ഞ നോക്കാം. അതിൻ്റെ ഗ്ലാസ് കൊടു. കൊള്ളൂല കൊള്ളൂല. ഇത് പിരിക്കണ്ട. മറ്റേ കത്തി എവിടെ ഉള്ള? ഞാനും പറയും പോലെ അനുഗ്രഹരോടും ഇറങ്ങിക്കോ. ഇത് വേറെയാ? ഈ പൊടിയൊക്കെ വരണം തൂത്ത്. ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഞാൻ കുടിക്കും. കുളിക്കുവാണോടാ നീ? ഇതിനകത്ത് എന്തി? നീ എന്നെ പിടിക്കാൻ തന്നോ? ഞാൻ കുടിച്ചു പോയി. വേറെ കാര്യം കാറ്റാടി പോയി മേളി. അപ്പൊ ബോബിനോട് നീ കൈ കെട്ടിക്കുവാ. ബോബിനെ ബോബിനെ
കഴിഞ്ഞ ദിവസം ഇതുപോലെ സുഹൃത്തോട്ടില് വളയമ്പള്ളി എന്തോ ധർണ എന്തോ വന്നംകുളത്തി പ്രകടനം കാറല്ല ഇങ്ങോട്ട് പോവാ കാർ അങ്ങോട്ട് സ്ലോ ചെയ്തപ്പം വളയമ്പള്ളിയെ അത്ര ആൾക്കൂട്ടോ ആ പുള്ളി ശ്രദ്ധിച്ചില്ല രണ്ടാമതോ നിന്ന് സുമിച്ച കൈ കൊണ്ട് തൊടരുത് അഴുക്ക കൈ ചിഹ്നിക്കുന്നുണ്ടോ ചിഹ്ന തങ്ങാക്കിക്കോണേ അച്ചാച്ചി രണ്ട് ചെടിയോടൊക്കെ ദേഷ്യപ്പെടുന്നു ചെടി വേത്ത് തോന്നി മാറിക്കേ കരിക്കുന്നതിനാ വന്ന് നിൽക്കുക ഇതായിരിക്കുന്നു അത് മറ്റേ മുമ്പിലത്തെ തേങ്ങ വേണ്ടടാ വെട്ടുന്നടാ എന്താ അവിടെ എല്ലാരും കൂടെ നമുക്ക് പയർ നടാം പയറും പടവലും പിന്നെ കാക്കടിയും കൂടെ നടാം നടാ എന്നിട്ട് ഇത് വന്നു വരും എന്നെ കൂടെ കൂടും ഒരു കുഴി എടുത്തിട്ട് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് വെക്കാം പറഞ്ഞല്ലോ ഇവന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ ചാണകം ചേച്ചി എടുക്കില്ലല്ലോ ഇല്ല നീ എടുക്കണം ഓഹോയ് ഓഹോയ് ഡ്രാഗൺ ഫ്രൂട്ട് ഹോയ് ഉടുപ്പില്ലാത്ത കുഞ്ഞു ബാ കൊതുകടി കൊള്ളാം ബാ എന്തായാലും കഴിയിട്ട് ഇനി കുഴപ്പമില്ല അല്ല പുട്ടുപൊടി പോലെ കിടക്കുന്ന സാധനമാണ് ധൈര്യമായിട്ട് എടുക്കാം അങ്ങനെ പച്ചക്കറിയെല്ലാം ടൈം ഔട്ടായി നമ്മൾ പുതിയത് വെക്കുകയാണ് ഇപ്പോഴാണ് ഈ സാധനം ഒന്ന് ഇത്ര പച്ചപ്പി കണ്ടേക്കുന്നത് മുന്തിരി നമ്മുടെ മുന്തിരി പടന്ന് കിടക്കുന്നുണ്ട രാപ്പാർക്കാനാ പന്തലേതായാലും മാറ്റണ്ട പുതിയത് ഇട്ട് കൊടുത്താൽ മതി പട്ടിയെ കൊണ്ടുവരല്ലേ ഞങ്ങളാരും കൊണ്ടുവന്നില്ല അച്ചച്ചനോട് വന്നാ ആടാ ഇവിടെ ഉമ്മച്ചനോ ഇന്ന് അതിനകത്ത് നിൽക്കുന്ന പയർ പറിച്ച് കൊടുത്ത് കളഞ്ഞ് കാടും പറിച്ച് കളയാം അങ്ങനെ അറ്റം വരെ നമുക്ക് നടാനുള്ളതാണ് ഞാൻ ഈ പയർ പറിക്കട്ടെ എന്നാ ആ പയറും പറിച്ചു വെണ്ടയ്ക്ക എന്തെങ്കിലും ചേർത്തുള്ളത് ആ കാടും പയറും പറിച്ചെടുത്തു പയറും പറിച്ചെടുത്താൽ ഈ പള്ളിയെ കൂടി നീ കയറിക്കോളും പയറും പാവനും ഓക്കെ മുന്തിരി ഇഞ്ഞു വന്നോ അല്ല ചോട്ടീനെ പിഴുതോളാൻ എന്നാ കുഞ്ഞു കൊണ്ടൊക്കെ ഈ തൈ പോയെന്നാണ് ഇനി പുതിയ തൈ ഇടാൻ ഇത് പുതിയ തൈ ഇടാനാ അങ്ങനെ പറ എന്നാലേ മനസ്സിലാകത്തുള്ളൂ ഞങ്ങളിതെല്ലാം പറിച്ചെടുക്കട്ടെ നമ്മൾ പയർ പറിച്ചെടുത്തോണ്ടിരിക്കുക ഞാനൊരു മലയാളി ചേച്ചി ഈ തടത്തിൽ എന്തെങ്കിലും നട്ടിട്ടുണ്ടോ ആ അതിന്റെ അല്ലേ ആ അത് മതി അത് നല്ല പാവയ്ക്കുണ്ട് നീ ഉടുപ്പിടാതെ കൊതുക് നിന്നെ തിന്നും നീ ഹെലികോപ്റ്റർ പറഞ്ഞു വരുന്ന പോലൊന്നും വരണ്ട സാധാരണ മനുഷ്യൻ വരുന്നതിന്റെ വിട്ട് വന്നാൽ മതി കുരിഞ്ഞി കുരിഞ്ഞി വല കിട്ടി നീ എന്തോന്നിനാടാ ഇപ്പൊ വെള്ളം ഒഴിക്കുന്നേ അടുത്തോ അവിടെ എടുക്കാനാ നമ്മൾ പയറേരി നടുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇത് ഇങ്ങനെ ഒരു സിസ്റ്റം ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ മോളെ ലാഭം എന്നും പന്തലുണ്ട് ഇനിയിപ്പം ഇവിടുത്തെ അവിടെ ഇപ്പൊ പയറായി വരുമ്പോഴത്തേക്ക് ഇത് തീരുമ്പോ നമുക്ക് അടുത്തടുത്ത് അങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ വരും ഇനി ഒരിക്കലും പന്തലൊന്നും പറഞ്ഞൊരു പരിപാടി വേണ്ട ഇവിടെ ഇനി ഒന്ന് അടുപ്പിച്ച് കൊടുത്താൽ മതി മണ്ണ് അത് ചവിട്ടുന്നേണ്ട എന്റെ മല്ലിയില കൈ ചവിട്ടുന്ന മൊത്തം മുമ്പേ ചോദിച്ചേ അത് മല്ലിയില അതിനപ്പുറത്ത് തക്കാളി തക്കാളി ആയി കിടക്കുന്നേ മല്ലിയിലയാ ഇത് എന്തേലും ഒരു സാധനം ചുറ്റിനും എടുത്ത് വെക്കണ്ടേ ചേച്ചി എന്റെ കണ്ണ് കാണൂല ചേച്ചി ഇതേ മല്ലിയില കുറച്ച് കിടിച്ചിട്ടുണ്ട് അതെല്ലാം പ്രതീക്ഷിക്കാതെ മഴ പെയ്തില്ലയോ ക്യാരറ്റ് എപ്പോ എവിടാ ക്യാരറ്റ് അതിന്റെ അപ്പുറത്ത് അവിടെ കുഞ്ഞു കൈ നിൽപ്പുണ്ട് ഓ ഇവിടെ നിക്കുന്നതെല്ലാം ക്യാരറ്റ് ആട്ടോ കുഞ്ഞാ ഈ നിക്കുന്നതെല്ലാം ക്യാരറ്റാ ചവിട്ടണ്ട പിന്നെ എങ്ങനെ സാരമില്ല കുട്ടി കർഷകനല്ലേ കുഴപ്പമില്ല എന്ത് പറ്റി ഇടൂ നട്ടോ കേട്ടോ ഇവനെ കൊണ്ട് വന്നാലേ പ്രശ്നമാണ് എൻ്റെ കിടൂനെ കൊണ്ട് വന്നാൽ പ്രശ്നമാണ് ഈ അച്ചാച്ചി പറയുന്ന കിടൂ ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ വേണ്ടിയിട്ടുള്ള കുഴിയാണ് കണ്ണൻ എടുക്കുന്നത് നമ്മുടെ പറമ്പിലെ പൂവ് കണ്ട പൂത്തുലഞ്ഞ് കിടക്കുന്നത് കണ്ട
എന്താ ഇതിന്റെ പേര്? ഇതിന്റെ പേര് എനിക്കറിയില്ല. പേരക്ക പോലെയുണ്ട്. പക്ഷെ നല്ല മധുരം. ഇത് പഴയ ചുമന്ന കണ്ടിരുന്നുണ്ട്. എന്തുണ്ടോ കിടക്കുന്നുണ്ട്, രണ്ടെണ്ണുണ്ട്. എന്നാണ് വലുത് വലുത് ചോടയെന്ന് വെട്ടിക്കുക. അതായിരിക്കും കിളി കൊത്തിക്കളഞ്ഞോ? കിളി ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ഇത് കാട്ടുകറിവേപ്പല്ലേ? ആ, നല്ല കറിവേപ്പാ. അതിന് കാട്ടുകറിവേപ്പ് അല്ല, ഇത് വെച്ചതല്ല, തന്നെ വന്ന. പിന്നെ ആരും കണ്ടമല്ല. പുല്ല് നോക്കിയേ, ഇത് വെറുതെ കടന്ന് ഏകദേശം വേണ്ടി ഇവിടെ ആയിട്ട് വരും നമ്മൾ വീട് വെക്കുന്ന സ്ഥലം. അതിൻ്റെ താഴെയായിട്ട് വരും. ആ തെങ്ങിന് നേരത്തെ അത് നമ്മുടെ വെള്ളച്ചാട്ടം. അല്ലേട്ടാ, ഇതൊക്കെ ഒരു കെട്ടാക്കിയോ, ഞാൻ താഴേക്ക് എടുത്തോളാം. എന്നിട്ടേ അരിഞ്ഞിടാം. കുറച്ച് കപ്പ എടുത്തരുമോ? ഞാൻ കപ്പ എടുത്തരുമോ? മറ്റേ കത്തിൻ്റെയാ? ഒരു കത്തി വെച്ചാൽ ഞാൻ അന്ന് വയനാട്ടിൽ നിന്ന് 2 നല്ല വാക്കത്തി കൊണ്ടുവന്നു. ഒന്നേ കാണുന്നുള്ളൂ ഇപ്പോൾ. അരുവയും കൊണ്ട് 2 അരുവ, ഒരു അരുവയും കൊണ്ടുവന്നിട്ട് അതും കാണുന്നില്ല. അവിടെയാണ് രാത്രി ലൈറ്റ് കാണുന്നത്. ഇത് കണ്ടോ? അതെന്തോ ഞാൻ ഷെഡാണോ? ഞാൻ ഇതിനകത്തോടെ നോക്കിയേ, ഇതിനകത്തോടെ നോക്കുക. അത് ഷെഡാ. അവിടെയാണ് കാവൽ. അവിടെയൊക്കെ വാഴത്തൈ വെച്ചിട്ടുണ്ട്. നാവൊന്നും ഇറങ്ങൂല അവിടെ വരെ വാഴത്തൈ വെച്ച്. ഇറങ്ങുന്നോണ്ടാണല്ലോ കാവൽ കിടക്കുന്നത്. ആ മലേൻ്റെ അവിടെയാണ് മണിയെന്നും പറഞ്ഞത്. ആ മലേൻ്റെ ഭാഗത്തു നിന്നാണ് ഉറവുണ്ടെന്ന് പറഞ്ഞത്. 365 ദിവസം ഉറവുണ്ട് അവിടെ. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ കാട്ടുകറിവേപ്പ് എന്ന് പറയും. കാട്ടുകറിവേപ്പ് ഭയങ്കര മണമാണ്. നമ്മളെ നാട്ടിൽ നിൽക്കുന്ന കറിവേപ്പില വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മണം. അതിൻ്റെ തണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ടാൽ തന്നെ ഭയങ്കര മണമാണ് കറിയിലൊക്കെ. കുറച്ച് ഒടിച്ചെടുക്കുക, അതാകുമ്പോൾ പൊട്ടിക്കളിക്കും. ഒരു കെട്ടും കൂടി മതിയേ, എല്ലാം കൂടി വെട്ടി കുറച്ച് കൊണ്ടാണ്. അതൊക്കെ നല്ല കരിമ്പനടിച്ചൊന്നും കാര്യമൊക്കെ നല്ല കൊമ്പോളാ. കറിവേപ്പില കൈ കൊടുത്താൽ വഴക്കുണ്ടാക്കുമോ കുഞ്ഞ്? മതി മതി മതി. അച്ചാച്ചി ഇപ്പം വെള്ളം ഒഴിച്ച് നിർത്തിയേക്കുന്നത്. അയ്യോ ഇത് കുറച്ചേറെ ആയിപ്പോയി. ഗോക്കളെ മേച്ചും കുടു എന്നും പറഞ്ഞ് വെട്ടി നുറുക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കും എന്തോ ഇറച്ചി ഏതാണ്ട് വെട്ടി നുറുക്കുവാന്ന്. പോത്തൂട്ടന്മാർക്ക് പുല്ല് വെട്ടിയരിക. എന്തൊത്തൊരുമൈ ആളിയൻസ്. കണ്ണൻ അവിടെ പോയി. ആ 2-3 പേരുണ്ട് ഇപ്പൊ കിടുവിൻ്റെ കൂടെ. അല്ല മറ്റപ്പാടാകുമ്പോഴേ ഈ കണ്ട് തിന്നത്തില്ല. അരിഞ്ഞിട്ടാൽ മൊത്തം തിന്നും. ഇതിലെ തണ്ട് അവിടെ ഇട്ടേക്കും, വേസ്റ്റിൽ പോവും. സാറില്ല, നമുക്ക് അരിയുന്ന മെഷീൻ മേടിക്കാം കുറച്ചുകൂടെ ഒക്കെ ആകുമ്പോൾ. മഴക്കാലത്ത് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ പുല്ല് വെച്ച് സൈലേജ് ആക്കി വെക്കുക. നനയുണ്ടെങ്കിൽ പുല്ല് എല്ലാ കാലത്തും ഉണ്ടാവും. വരുന്നുണ്ട് ബെല്ലാരി രാജ. അതെ, ബെല്ലാരി വരുന്നുണ്ട്. ബെല്ലാരി, അതെ, വയനാട്ടിലവൻ ഓഫ് റോഡ് രാജ, സീതത്തോട്ടിലവൻ ബെല്ലാരി രാജ. നല്ല മാച്ചാടാ. അച്ചാച്ചിയും പിള്ളേരും എന്തിയേ? ഇനി തിന്നു വേണം വളരാൻ. ഇച്ചിരി കൊടുത്തേരെ. അവന് പേടിയില്ല കേട്ടോ. മോന്ത മാറ്റിപ്പിടി ഉണ്ട്. ആ എന്നിട്ട് എന്നെ ഇടിച്ചു വരണം അവിടെ വെച്ച്. പോത്തിനെടുക്കാൻ പോയി പോരണം, എന്നെ തപ്പി പിടിച്ചിടിക്കുക കുഞ്ഞിക്കൊമ്പും വെച്ച്. എൻ്റെ അടിച്ചുണ്ടരി. ചുമ്മാ മാറ്റി കെട്ടിയത്. അവരയ്യത്തൊന്നും ഇവർ കാലാവസ്ഥയായിട്ടൊക്കെ ഒന്ന് ഇണങ്ങി വരണം. വയറൊക്കെ ഒന്ന് ഇതായി. എല്ലാം വലിച്ചു പറിച്ചെടുക്കുന്നുണ്ടേ.
അയ്യോ അതിനകത്തൂടെ ചവിട്ടിക്കൊണ്ട് പോകണ്ട. അവിടെ തരാം, മേടയിലെത്തിക്കാം. എന്തൊക്കെയാ കൈ കിട്ടുന്ന എല്ലാം പെറുക്കി എടുത്തോണ്ട് പോന്നു. എന്നാ ഞാൻ എടുത്തോണ്ട് പോക്കോളാന്ന് കുറച്ച്. കിട്ടിയ ഗ്യാപ്പിൽ എടുത്തോണ്ട് പോയി. ഇതേ വരുന്ന ഞങ്ങളുടെ കുഞ്ഞിപ്പോത്ത്. പോത്തണിയേ പുറത്തിത്തിരി വെള്ളം വീണിട്ടുണ്ടല്ലോ ചിന്നുവിൻ്റെ. സുലോമയല്ല, ഞാനാ കേട്ടെ. ഞാൻ പോയി പറഞ്ഞുണ്ടാക്കിപ്പിച്ച. എടാ അച്ഛ എടുത്തടാ. വരത്തില്ല, ഉടുപ്പിടാത്തോണ്ട് വരത്തില്ല. എനിക്ക് മധുരം ഇട്ട് മതിയായിരുന്നു. കഴിഞ്ഞ ദിവസം വരാത്ത കരോളുകാര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരൊക്കെയോ പറഞ്ഞിട്ട് അവര് വരുന്നുണ്ട് കേട്ടോ. കിടു തുള്ളിച്ചാടി പോയിട്ടുണ്ട് താഴോട്ട്. എടാ എവിടെ പോവാ? ഉടുപ്പിപ്പോയിട്ടുണ്ട്, ഇത് തീരുവപ്പോഴത്തേക്ക്. ഹലോ ഹലോ, മുഖം ഒന്ന് കാണാൻ പറ്റുമോ? നമസ്കാരം. ഇടു കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് കരഞ്ഞ് എടാ ഇങ്ങോട്ട് വാ. ഇപ്പൊ ഉടുപ്പിടാൻ പോകണ്ട, ഉടുപ്പിടാൻ പോയ സമയമില്ല. വാ. ഉടുപ്പിട്ട് താമസിക്കും. ഉടുപ്പിടാ ഇപ്പൊ ഡാൻസ് കഴിഞ്ഞിട്ട്. അവരിതിനായിട്ട് വന്നതാ കേട്ടോ. ഇവന് വേണ്ടിട്ട് വന്നതാ, അക്കരേന്ന് വന്നതാ. ഇവനവിടെ ക്രിസ്മസ് ഉടുപ്പിട്ട് എടുത്തോണ്ട് വാ. അച്ഛനും വന്നിട്ടുണ്ട്. അപ്പോൾ സന്തോഷം വന്നതിൽ, എല്ലാവരെയും കണ്ടതിൽ. കൈ പിടിച്ചോളാനല്ലേ? ചെരുപ്പണ്ണാണ് കണ്ടുപിടിച്ചോണ്ടോ? കിടുവിനെ ഡ്രസ്സ് ഇടാൻ പറ്റാത്തോണ്ട് ആൾക്ക് അത്ര ഡാൻസ് തുള്ളിച്ചാടാൻ പറ്റില്ല. നിമിഷ നേരം കൊണ്ട് വന്ന് അവരല്ലേ കയറി വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷയില്ല. ഞങ്ങൾ പെരപ്പുറത്ത് നിന്ന് പതുക്കെ കോഴിയൊക്കെ ചുട്ടോണ്ടിരിക്കുവായിരുന്നു. ചറ പറന്ന് പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഡ്രസ്സ് ഇടാൻ പറ്റാത്തോണ്ട് അവന് ഡാൻസ് കളിക്കാൻ പറ്റില്ല. അതിന് അവരുടെ കൂടെ പോവാ. അവരിനി എവിടെയെങ്കിലും കയറിയാലോ എന്നോർത്ത് ഉടുപ്പിട്ടുകൊണ്ട് പുറകെ പോകുന്നുണ്ട്. പോയിട്ട് വാ.
വന്നിട്ടേ കഴിക്കാവൂ വേണേ, വന്നിട്ടേ കഴിക്കാവൂ. കുഞ്ഞാവ ഇല്ലേലും നോക്കോ, ഇടയ്ക്കൊന്ന് മീൻ പിടിക്കാൻ പോകണം. എല്ലാവരും കൂടെ ഉള്ളപ്പോഴും ചേച്ചിക്ക് അമ്മ ഇല്ലാത്തതിന്റെ ദുഃഖമാണ്. ഞങ്ങൾ കോഴിയൊക്കെ ചുടുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും അമ്മുവിനെ മിസ് ചെയ്യും. അത് ചിലപ്പോൾ അമ്മ വരുമ്പം കുഞ്ഞാവ കാണത്തില്ല, അല്ല വേറെ ആരെങ്കിലും കാണത്തില്ല. എല്ലാവരും കൂടെ ഉള്ളപ്പോഴാണ് രസം. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുമ്പോൾ ഉള്ള സമയം ഉള്ളതുപോലെ അങ്ങ് ആഘോഷിക്കുക. അമ്മ ഉള്ളപ്പോൾ അമ്മുവിൻ്റെ കൂടെ. എന്നെ ഒത്തിരി പണി നടന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അവർ വന്നു. എല്ലാത്തിനെയും കൊണ്ട് പണി ചെയ്യിപ്പിച്ചു. പിന്നെ അത് നട്ടു, ഇത് നട്ടു, പച്ചക്കറി നട്ടു. ഇനി നാളെ എല്ലാം ഇനി ഇത് തന്നെ. അതുപോലെ ഇന്നെല്ലാത്തിനും പുല്ല് വെട്ടി ഞങ്ങൾക്ക് കത്തിക്കാനുള്ള വിറക് കാത്തിക്കൊണ്ടിരിക്കുക. ചെയ്തുകൊണ്ട് കണ്ണാപ്പി ജോലി ചെയ്തോണ്ട് ഒത്തിരി പണി എനിക്ക് ആശ്വാസമായി. ഇനി എല്ലാത്തിനും കണ്ണാതേണ്ട്. അച്ചാച്ചി എന്തിയേ, അച്ചാച്ചി എന്തിയേ? പണ്ട് നമ്മൾ ഈ തണുപ്പത്തെ ഒന്നുമില്ലാത്ത സംഭവത്തിൽ നമ്മൾ എന്തായാലും ചുട്ടുണ്ട്. ഒരിക്കൽ ചെമ്മീൻ ഇവിടെ വെച്ചുണ്ടാക്കി തന്നെ. അപ്പൊ തൊട്ടേ അമ്മ അങ്ങ് തുടങ്ങും, വേറെ പണിയില്ല. സുലഭനെ അപ്പം തുടങ്ങും. കോഴി ചൂടാൻ സമ്മതിക്കത്തില്ല, ബിരിയാണി വെക്കാൻ സമ്മതിക്കത്തില്ല. കോഴി ചൂടാൻ തന്നെ പറയാം, അതങ്ങ് കറി വെക്കത്തില്ല. 2 ദിവസം കൂട്ടത്തില്ലയോ. അങ്ങനെ കരോള് വന്നു, അവരുടെ കൂടെ കിടുവും പോയി. നമ്മൾ പറഞ്ഞതാണോ കമന്റാണോ എന്തോ. പിന്നെ മനുഷ്യന്റെ സാഹചര്യം അല്ലേന്നേ, ഇത്രയും കൂടെ ഒന്നും വലിഞ്ഞു കയറിയൊന്നും വരാനൊന്നും ഇപ്പോൾ ആൾക്കാർക്ക് ആർക്കും പറ്റത്തില്ല. നമ്മൾ പിന്നെ താഴെ ബെല്ല് വെച്ചിട്ടുണ്ട്, ബെല്ലടിച്ചാൽ നമ്മൾ ഇറങ്ങിച്ചല്ലോ. ഇത്രയും ദൂരം കൂടാ. പക്ഷെ അത് എന്തോ ഇന്ന് എന്നോട് നേരത്തെ പറഞ്ഞു. 5:30 ഞാൻ പോത്തിനെ കൊണ്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു കിടുവിനെ കാണാൻ ഞങ്ങൾ വരുന്നത്. കരോളിന് വരുന്നതല്ല പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടെ കിടുവിനെ കാണാൻ വരുന്നു. ഈ വെട്ടി കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ കുഞ്ഞെ, പഴയ കോൺക്രീറ്റാ കേട്ടോ. ശരിയാട്ടെ. അല്ല അവൻ കയ്യിലാ ബലം കൊടുത്തേക്ക്. ഒന്നുമില്ല. ആണ്ട് വരുന്നുണ്ട്, വിറകിന്റെ സൗണ്ട് കേട്ടിട്ട് വരുവാണേ. വിറകല വെച്ചേക്കുന്നേ. അതെ, അത് കേട്ടിട്ടാ. അമേരിക്കയിലും വന്നവര് പറഞ്ഞു അമേരിക്കയിലൊക്കെ ഫാൻസ് ഉണ്ടെന്ന്, സൗദിയിലൊക്കെ. അതുകൊണ്ട് അച്ചാച്ചി പറഞ്ഞു പോയാൽ വേറെ വീട് മേടിക്കും. മതി മതി. ഇതൊക്കെ എന്ത് കണ്ണൻ, ഇതൊക്കെ നിസ്സാരം. ചിന്നു നിന്റെ രോമം ഞാൻ കരിച്ചു. അവര് വന്നോളൂ, അവർക്ക് വണ്ടി സൗകര്യമൊക്കെ ഉണ്ടല്ലോ. ചങ്ങനാശ്ശേരിയിൽ ഒരു സഹോദരി പറഞ്ഞു എൻ്റെ മോളെ കെട്ടിച്ചേക്കുന്ന സുഹൃത്തുക്കളിലാണ്. അങ്ങനെയൊന്നും കുഴപ്പമൊന്നും ഉള്ളവരെല്ലാം നല്ല ഇതാണ്. അവരെന്തോ സാഹചര്യം കൊണ്ടാണ് ഞാൻ വിളിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞ് നല്ല ഇംഗ്ലീഷിലൊരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിലായിരുന്നു ഡയലോഗ്. നീ കേറി വാ, കുറച്ചേരം ഇവിടെ ഇരിക്കും. വാ. അതെ, വെജിറ്റബിൾ കോഴിയുണ്ട്. പണ്ട് കേക്ക് വെജിറ്റബിൾ കേക്കാന്ന് പറഞ്ഞു കഴിപ്പിച്ചേ. മുട്ടയറൊന്നല്ല, വെജിറ്റബിൾ കേക്കാന്ന് പറഞ്ഞു. അമ്മ ഫ്രിഡ്ജ് മീനുണ്ട്, എടുത്തോണ്ട് വന്ന് ഞാനിപ്പോ അമ്മക്ക് ചുട്ടുതരാം. കപ്പയുണ്ടോ? മണിയണ്ണന് കൊടുത്തു. 7-8 കിലോയോ? കുറച്ചുകൂടെ താഴട്ടെ. അല്ലേലും എല്ലാവരും കൂടെ കൂടാൻ കാണത്തില്ല. ഇപ്പം ഞങ്ങൾ എല്ലാവരും ആയപ്പോഴത്തേക്ക് അണ്ണാണിയും കിടുവും പോയി. ഇനി അണ്ണാണിയും കിടുവും വരുമ്പോഴത്തേക്ക് അമ്മയെ കിട്ടത്തില്ല. നീ കയറി വാ, ഏത് വിറകാന്ന് കാണാമല്ലോ. ബാ, വിറകാണ് പ്രശ്നം. ഇപ്പൊ പോകുമ്പോ ഒരു വിറകെടുത്തിട്ട് പോകും, എങ്ങനെയെങ്കിലും ഒരെണ്ണം അടിച്ചോണ്ട് പോകും. ബാ, കസേര ഉണ്ടല്ലോ, ഇവിടെ ഇരുന്നോ. ഞങ്ങളൊക്കെ പിന്നെ നിന്നാണ് ഉറങ്ങുന്നത്. അങ്ങനെ നായിക എത്തിയിട്ടുണ്ട്. ആ വെള്ളമായിരിക്കും. നായിക രംഗപ്രവേശനം ചെയ്ത് വരുന്നുണ്ട്. ബാ, ഇവിടെ ഇരുന്നോ. അതിനല്ലേ തീയിടുന്നേ. ക്രിസ്മസ് അപ്പൂപ്പാ. ചിന്നു ചൂടുകായ നേരത്തെ ചിന്നുവേ ഇപ്പൊ എങ്ങനെയാ, ചിന്നു ഇപ്പൊ സ്ഥിരം സന്ധ്യ ആകുമ്പോ ഇങ്ങനെ കയറി വന്ന് ഇതിന്റെ അടുത്ത് കിടക്കുക തീ കത്തിച്ചു കൊടുക്കാൻ. കണ്ട, നേരത്തെ ഓൾറെഡി അവളിങ്ങനെയാ. ആ